അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത് ഇന്ന് സെപ്റ്റംബർ 14 ഞായറാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ലേഖനമുണ്ട്. ബഹുമാന്യനായ സിറാജുദ്ദീൻ റസാഖ് നൂറാനി എഴുതിയിട്ടുള്ള ലേഖനം, ഇസ്രായേലിനെ നിയന്ത്രിക്കണം എന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ള ലേഖനം, ഇന്ന് ചന്ദ്രികയിൽ വന്ന ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായി ഇന്ന് ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ചും ഒക്കെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ്. ഞാനത് നിങ്ങളുടെ മുന്നിലെത്തിക്കുകയാണ്. ഞാൻ കൂടുതൽ ചർച്ചയിലേക്ക് പോകുന്നില്ല. ലോകത്തിൻ്റെ നിസ്സഹായതയിൽ എത്ര ചോരപ്പുഴ തീർത്താലാണ് ഇസ്രായേലിൻ്റെ പ്രതികാരദാഹം തീരുക? ഈ തമ്മാടിക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആർക്കാണ് സാധിക്കുക എന്നതാണ് ലോകമിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ കടന്നുകയറ്റങ്ങൾ ദിവസം കഴിയുന്തോറും പുതിയ രാജ്യങ്ങളിലേക്ക് നീങ്ങുന്നതാണ് പുതിയ കാഴ്ചകൾ. ചൊവ്വാഴ്ച മാത്രം ഖത്തർ, തുനീഷ്യ തുടങ്ങി 5 രാജ്യങ്ങളിലാണ് ഈ തമ്മാടിക്കൂട്ടം മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ട് രക്തക്കറ തീർത്തത്. ഗസയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയിൽ ലോകം മുഴുവൻ പ്രതിഷേധങ്ങൾ അലയടിക്കുമ്പോഴും സമാധാനത്തിൻ്റെ അവസാന സാധ്യതയ്ക്കും വിരാമം കുറിച്ചിരിക്കുകയാണ് ദോഹ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഖത്തറിനെ ആക്രമിച്ചതിലൂടെ ഫലസ്തീനെ സഹായിക്കുന്നതാരായാലും അവരെ കൊന്നു തള്ളുമെന്ന ഭീഷണിയോടെയുള്ള ആക്രോശം തന്നെയാണ് ജൂതരാഷ്ട്രം നടത്തിയിട്ടുള്ളത്. 1948 ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം അമേരിക്കയുടെ ഒത്താശയോടെ നിരവധി അതിർത്തി രാജ്യങ്ങളിലേക്കാണ് ഇക്കൂട്ടർ അക്രമങ്ങൾ നടത്തിയത്. ഫലസ്തീനിൽ ആദ്യം PLOയും പിന്നീട് ഹമാസുമായിരുന്നു അവരുടെ പ്രതിരോധാഖ്യാനങ്ങളുടെ കാരണങ്ങൾ. ഈ പേരും പറഞ്ഞ് ലെബനാനെയും ഫലസ്തീനെയും പല കാരണങ്ങളായി തകർത്തിട്ടുമുണ്ട് ഇസ്രായേൽ. ഇറാനിലും യമനിലും കാലങ്ങളായി പോർമുഖങ്ങൾ സജീവമായി നടത്തിപ്പോരുന്നുമുണ്ട്. എങ്കിലും ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആശങ്കകളോടൊപ്പം അമേരിക്കൻ സഖ്യത്തിൽ നിന്നും എന്ത് സംരക്ഷണമാണ് GCC രാജ്യങ്ങൾക്ക് ലഭിക്കുകയെന്ന ഗുരുതരമായ ചോദ്യചിഹ്നം കൂടിയാണ് ഉയർത്തിയത്. ആക്രമണശേഷം വൈറ്റ് ഹൗസിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും അമേരിക്കയുടെ അറിവോടെയാണ് ദോഹയെ തീക്കളമാക്കിയതെന്നത് പറയാതെ പറയുന്നുമുണ്ട്. നെതന്യാഹുവിനെ വിമർശിക്കാനോ ഇസ്രായേൽ കടന്നുകയറ്റത്തിന് താക്കീത് നൽകാനോ മുതിരുന്നതിന് പകരം അവിടെയും ഹമാസിന് തന്നെയായിരുന്നു മുഴുവൻ പഴിയും. താൻ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും ആക്രമണങ്ങൾ നടക്കാൻ പാടില്ലായിരുന്നുവെന്നും എല്ലാം കഴിഞ്ഞ് പതിവ് പോലെ തന്നെ ട്രംപ് കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനാണ് ഹമാസും ഹിസ്ബുള്ളയടങ്ങുന്ന സായുധ സംഘങ്ങൾ പിറവികൊള്ളുന്നത്. അതിനു മുമ്പും ഈ 2 സംഘടനകളിൽ ഇല്ലാത്തിടത്തും ഇസ്രായേൽ നിരവധി മനുഷ്യരെ കൊന്നുതള്ളിയിട്ടുണ്ട്. ഹമാസിനെ വിമർശിക്കുന്ന, ഒക്ടോബർ 7 നടന്ന കടന്നുകയറ്റത്തെ അപലപിക്കുന്ന, എന്നാൽ ഗസയിൽ തുടരുന്ന വംശഹത്യയെ എതിർക്കുന്ന പലരെയും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഉപരോധങ്ങളും മറ്റുമേർപ്പെടുത്തി വായടപ്പിക്കാൻ ശ്രമിക്കാറുമുണ്ട്. സഹായഹസ്തവുമായി സ്പെയിനിൽ നിന്നും പുറപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും അടങ്ങുന്ന കപ്പൽ വ്യൂഹത്തിന് നേരെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിലൂടെയായിരുന്നു പ്രതിഷേധം അറിയിച്ചത്. ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രതിരോധങ്ങളെയും സംവാദാത്മകമായി മാറ്റി നിർത്തിയാൽ തന്നെ ഫലസ്തീൻ രാജ്യത്തെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലാത്ത സയനിസ്റ്റ് രാജ്യവുമായി എന്തുതരം സമീപനമാണ് ഫലസ്തീൻ ജനത പ്രതീക്ഷിക്കേണ്ടതെന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത ഇസ്രായേലിനെ
പിന്തുണക്കുന്നവർക്കുണ്ട്. പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ടെങ്കിൽ അതേ തരത്തിലുള്ള അവകാശം ഫലസ്തീനികൾക്കുമുണ്ടെന്ന് വകവെച്ച് കൊടുക്കാനുള്ള രാഷ്ട്രീയ ബോധമൊന്നും ഇതുവരേക്കും യൂറോപ്പിനും അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്കും സാധിച്ചിട്ടില്ലെങ്കിലും വയറ് നിറച്ച് മരിക്കാനുള്ള അവകാശമെങ്കിലും അവർക്ക് നൽകേണ്ടതുണ്ട്. അത് രാഷ്ട്രീയമല്ല, മറിച്ച് കേവലമായ മാനുഷികതയാണെന്ന് പോലും ചിന്തിക്കാൻ ഉയർന്ന ധാർമ്മികത അവകാശപ്പെടുന്ന രാജ്യങ്ങൾക്ക് കഴിയുന്നില്ലെന്നതാണ് കഷ്ടം. സാമ്രാജ്യത്വ ശ്രമങ്ങൾക്കെതിരെ ലോകത്തെല്ലായിടത്തും പ്രതിരോധ സംഘങ്ങൾ വന്നിട്ടുണ്ട്. സദ്ദാം ഹുസൈനും ഗദ്ദാഫിയുമൊക്കെ ഈ പോരാട്ടത്തിൽ പാതി വഴിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരാണ്. അങ്ങനെയുള്ള പ്രതിരോധ ശ്രമങ്ങളാണ് യാസർ അറഫാത്ത് തൊട്ട് പല സംഘടനകളിലൂടെ ഫലസ്തീൻ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളെ അംഗീകരിക്കാത്ത ഒരു രാജ്യം സർവ്വ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഏതു നേരവും ആക്രമിക്കുന്നിടത്ത് കാലങ്ങളായി താമസിച്ചു പോരുന്ന വീട്ടിൽ ജൂത കുടിയേറ്റക്കാരൻ വന്ന് അവകാശം പറഞ്ഞാൽ ഇറക്കിവിടുന്ന അവസ്ഥയുള്ളിടത്ത് അതിനെതിരെ ശത്രുരാജ്യത്തിൻ്റെ നീതി വ്യവസ്ഥയിൽ നീതി കിട്ടില്ലെന്നറിഞ്ഞിട്ടും വ്യവഹാരം നടത്തേണ്ടിടത്ത് അന്താരാഷ്ട്ര കോടതികളും രാജ്യങ്ങളും ഒന്നും ചെയ്യാനില്ലാത്ത മൗനം കൈക്കൊള്ളുന്നിടത്ത് അറിയാതെ കണ്ണുരുട്ടിയാൽ ചെറിയ കുഞ്ഞുങ്ങൾ പോലും ജയിലിലടക്കപ്പെടുന്നിടത്ത് നിന്നും ഉയരുന്ന പ്രതിരോധങ്ങളെ എങ്ങനെയാണ് അപരാധമായി കാണാൻ കഴിയുക? അതവരുടെ അവകാശമാണ്. ഏഷ്യൻ രാജ്യങ്ങളിലും മൂന്നാം ലോക രാജ്യങ്ങൾക്കു വേണ്ടി മാത്രമാണ് അന്താരാഷ്ട്ര കോടതികളെന്ന് നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് ശേഷം തന്നോട് പല മേലുദ്യോഗസ്ഥരും പറഞ്ഞിട്ടുണ്ടെന്ന് കരീം ഖാൻ വെളിപ്പെടുത്തുന്നുണ്ട്. ലോകത്തിൻ്റെ നിസ്സഹായതയിൽ എത്ര ചോരപ്പുഴ തീർത്താലാണ് ഇസ്രായേലിൻ്റെ പ്രതികാരദാഹം തീരുക? ഈ തമ്മാടിക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആർക്കാണ് സാധിക്കുക എന്നതാണ് ലോകമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി തന്നെ ഇസ്രായേലിനെ നിയന്ത്രിക്കണമെന്ന തലക്കെട്ടിൽ പ്രിയങ്കനായ സിറാജുദ്ദീൻ റസാഖ് നൂറാനി എഴുതിയിട്ടുള്ള ലേഖനം അതിസുപ്രധാനമാണ്, ഏറ്റവും ശ്രദ്ധേയമായൊരു ലേഖനമാണ്. അത് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പര്യവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള സുപ്രധാന ചരിത്രങ്ങളും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ ഒരു വിഷയത്തിൽ പ്രിയപ്പെട്ട ഫലസ്തീൻ മക്കൾക്ക് നീതി ലഭിക്കട്ടെ. അവർക്ക് സ്വന്തമായി വളരെ ആവേശത്തോടെ തല കൃത്യമായി ഉയർത്തിക്കൊണ്ട് ശക്തമായി പോരാട്ടങ്ങളുടെ അവരുടെ തിരിച്ചുവരവ് ഉണ്ടാക്കി അവർക്ക് ശക്തമായി അവരുടെ മണ്ണിൽ നിലനിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ പോരാട്ടങ്ങളെ കൃത്യമായി തന്നെ അവരിൽ നിന്നും മരണപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ കൂലി നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വരും നാളുകളിൽ സന്തോഷമുള്ള ഫലസ്തീൻ മക്കളുടെ മുഖം നമുക്ക് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മാസ്സലാമ.